ഈ ഒരു ഫ്ലോറൽ സ്റ്റൈലിനൊക്കെ ഒരു പ്രത്യേക ഫാൻ ബേസ് ആണല്ലേ. ഇന്ന് വന്നേക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത്. പല്ലുവിൻ്റെ പോർഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൾട്ടി കളർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലൊക്കെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ചെസ്റ്റിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് ലെഗ്നോവി ഇൻസ്പയർഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്, ആ ഒരു സെൽഫ് കളർ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ്, പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന നല്ല ഫിഗറി ആയിട്ട് വെയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാരീൻ്റെ ലുക്കാട്ടോ. ഇപ്പോൾ ഈ ഒരു ടിഷ്യൂ ആണ് എല്ലാം ബേസിനകത്ത്, ക്രീം ആൻഡ് ടിഷ്യൂവിൻ്റെ ബേസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒരു ട്രഡീഷണൽ ഒക്കേഷൻസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ. ഒത്തിരി കളേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആ ഒരു ഫ്ലവേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ലുക്കിൽ വരുന്ന ഒത്തിരി ഈ ഒരു പിങ്ക്, ഓറഞ്ച്, ഗ്രീനിലൊക്കെ വരുന്ന ബ്ലൗസിൻ്റെ കൂടെ ഒരു കോൺട്രാസ്റ്റ് ലുക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എല്ലാം ആ ഒരു ക്രീം ബേസിനകത്താണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ കോമ്പിനേഷനൊക്കെ വരുന്നതെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ഒരു ലുക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നെക്സ്റ്റ് വരുന്ന ലുക്ക്. ഇതിനകത്ത് പിങ്ക് ആൻഡ് ഓറഞ്ച്, ഇതിനകത്ത് കുറച്ച് ഗ്രേയിൽ വന്നേക്കുന്ന ഫ്ലവേഴ്സാണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത്. ആൻഡ് ബാക്കി എല്ലാ പ്ലേസ്മെൻറ്റും സെയിം. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ലുക്കിലാട്ടോ. ആണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ഇതിൻ്റെ കളേഴ്സ് നോക്കട്ടെ. ഇതിനകത്ത് സെയിം ആ ഒരു കോമ്പിനേഷനൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു ഗ്രേ ആൻഡ് ലാവൻഡർ, ലൈറ്റ് ലാവൻഡറിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് കൂടുതൽ നിൽക്കുന്നത്. ആ ഒരു സെയിം ലുക്കിൽ വരുന്ന ബ്ലൗസ് പീസ് ആയിരിക്കും. യെസ്, ആ ഒരു ലൈറ്റ് പർപ്പിളിൻ്റെ ഷെയ്ഡിൽ വന്നേക്കുന്ന മോവ് എല്ലാം കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡാട്ടോ അതിനകത്ത് വന്നേക്കുന്ന ബ്ലൗസ് പീസ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഇപ്പോൾ വെഡ്ഡിങ്ങിനാണെങ്കിലും നമുക്ക് കസിൻസിനൊക്കെ ഒരേപോലത്തെ ഈ ഒരു സെയിം പാറ്റേണിൽ ഡിഫറെൻറ്റ് ലുക്ക് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഇതിനകത്ത് ആ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഫ്ലവേഴ്സാണ് കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ ലാസ്റ്റ് കളർ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഓക്കെ പിങ്ക് ആൻഡ് പർപ്പിളിൻ്റെ ഒരു കോമ്പിനേഷൻ ആട്ടോ. ബ്യൂട്ടിഫുൾ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാട്ടോ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് കാറ്റഗറിയിലും കൂടിയാണ് ഈ ഒരു സാരി വന്നേക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് ട്രിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. KST 295 എന്ന കോഡിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള സാരി. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 3259. ഇതിനകത്ത് എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ശേഖർ വെബ്സൈറ്റ്. ക്രീം ബേസിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ഡീറ്റെയിലിംഗ് ഡിജിറ്റൽ പ്രിൻറ്റിലാണ് വരുന്നത്. പല്ലുവിൻ്റെ പോർഷനിലാണ് ആ ഒരു ഹൈലൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലും വരുന്നുണ്ട്. ഇപ്പോൾ പല്ലുവിൻ്റെ പോർഷനിൽ ഞാൻ വേർതേക്കുന്നതിനകത്ത് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത് ആ ഒരു മഡ് ബ്രൗൺ, ഓറഞ്ച് ഷെയ്ഡിൽ നിൽക്കുന്ന ഫ്ലവേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഷിഹാന വേർതേക്കുന്നതിനകത്ത് ആ ഒരു ബ്ലൂ ആൻഡ് ബേജിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. എൻഡിലായിട്ട് ക്രോഷ്യോ ലേസിൻ്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ബോഡിയിൽ ത്രൂ ഔട്ട് ഹൊറിസോണ്ടലി പാസ് ചെയ്ത് പോകുന്ന എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്, അത് ആ ഒരു സെൽഫ് കളറിലാണ് വരുന്ന ആ ഒരു ക്രീം ബേസിനകത്ത്. പല്ലു നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ കണ്ടില്ലേ, ആ ഒരു പ്ലീറ്റ്സിൻ്റെ പോർഷനിലും ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഒതുങ്ങി കിടക്കുന്ന സൂപ്പർ നെറ്റ് കോട്ടയിലാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. ആക്ച്വലി ബേസായിട്ട് നമുക്ക് ആ ഒരു ക്രീം ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. പല്ലുവിൻ്റെ പോർഷനിലെ ഫ്ലവേഴ്സാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അതിനകത്ത് നമുക്ക് ബ്ലൗസും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഈ ഒരു ലുക്കിലാണ് ബ്ലൗസ് വരുന്നത്. മൾട്ടി കളേഴ്സിൻ്റെ ഒരു ഹൊറിസോണ്ടലി പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രൈപ്സ് പാറ്റേൺ വിത്ത് ക്രോഷ്യോ ലേസിൻ്റെ ആ ഒരു ബോർഡർ ഡീറ്റെയിലും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൾട്ടി യൂസ് ആട്ടോ. ഇതിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഒരുപാട് കളേഴ്സിൽ സാരീസിൻ്റെ കൂടെ സിംഗിൾ കളേഴ്സിലൊക്കെ വരുന്ന സാരീസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്നൊരു ബ്ലൗസ്. ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൗസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവേഴ്സിനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു സിംഗിൾ കളർ ചൂസ് ചെയ്തിട്ട് ആ ഒരു ബ്ലൗസ് ഞാനിപ്പോൾ വേറെതേക്കുന്ന പോലെ ഓറഞ്ച് ഷെയ്ഡിലോ, അപ്പോൾ എൻ്റെ സാരിയിൽ ഓറഞ്ച് കൂടുതൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഷെയ്ഡ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ആ ഒരു ഗ്രേ ഷെയ്ഡാണ് കൂടുതലായിട്ട് വരുന്നത് ഫ്ലവേഴ്സിൽ. നമുക്ക് ഗ്രേയോ ബേജോ പിങ്കോ ഒക്കെ ചൂസ് ചെയ്യാം കേട്ടോ. ആൻഡ് ബോഡി ത്രൂ ഔട്ട് ഈ ഒരു സിക്സാഗ് പാറ്റേണിൽ പാസ് ചെയ്ത് പോകുന്ന സെൽഫ് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്.
വാവ്, ഇതിനകത്ത് ആ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാട്ടോ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ആ ഒരു കളറിങ് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ലുക്കാണ്. അതെ അതെ. ഓക്കെ, ഇതിന്റെ സെയിം ആണല്ലേ വരുന്നത്? ഓക്കെ. ഇത് നമുക്ക് ലേസ് ഡീറ്റെയിലും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സ്ലീവ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ലേസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോഡ് എത്രയാണ് വരുന്നത്? കോഡ് വരുന്നത് KSDൻ്റെ കോഡ് ഓക്കെ, KSD 294, പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2979. ഇതിൻ്റെ എല്ലാം ടൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.star. പാർട്ടി വെയറിനൊക്കെ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നതല്ലേ ഈ സൽവാസ് ഒക്കെ. അപ്പം ഇന്ന് കുറച്ച് അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ള സൽവാസിൻ്റെ കളക്ഷൻസ് ആണ്. എല്ലാം നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് പാലറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല പ്രീമിയം ലുക്കിൽ നിൽക്കുന്ന സൽവാസും കൂടെയാണ്. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബർഗണ്ടി ഷെയ്ഡാണ് കേട്ടോ. ഓർഗൻസിൽ വന്നിട്ടുള്ളത്, ഓർഗൻസിലാണ് ദുപ്പട്ടയും ടോപ്പും വന്നിട്ടുള്ളത്. സെറ്റൂണിൽ വന്നിട്ടുള്ള ബോട്ടമാണ്. ആൻഡ് ഇതാണ് നമുക്ക് ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ഈ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു യോക്ക് പോർഷൻ തന്നെയാണ്. യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് അതിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് സ്വീക്വൻസി വർക്കും കട്ട് ബീഡ്സിൻ്റെയും അതുപോലെ തന്നെ ബീഡ്സിൻ്റെയൊക്കെ ഒരു വർക്ക് പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബോഡി നോക്കുകയാണെങ്കിൽ സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു വർക്ക്, ഹാൻഡ് വർക്കാണ് ഫുള്ളി നമുക്ക് വന്നിട്ടുള്ളത്. ഒരു കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് ക്ലൈമറ്റ് ഫ്രണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൽവാസും കൂടിയാണ്. ആൻഡ് സെറ്റൂളിലാണ് നമുക്ക് ബോട്ടം വന്നിട്ടുള്ളത്. ബോട്ടം സോളിഡ് ആണ് കേട്ടോ. ഇതാണ് ബോട്ടത്തിന് ലുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ദുപ്പട്ടയിൽ നമുക്ക് 4 സൈഡിലും സ്കാലപ്പ് ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി നോക്കുകയാണെങ്കിൽ ദുപ്പട്ടയുടെ സ്കാറ്റേഡ് ആയിട്ട് നമുക്ക് സ്വീക്വൻസി സ്റ്റിക്കി വർക്കും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാത്തിനും നമുക്ക് സെയിം വർക്ക് ഡീറ്റെയിലിംഗ് തന്നെ വരുന്നുണ്ട്. കളേഴ്സിൽ മാത്രം, ഷെയ്ഡ്സ് മാത്രത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമുക്ക് സ്ലീവ്സിൻ്റെ പോർഷനിൽ നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് അല്ല ബീഡ്സിൻ്റെയും അതുപോലെ തന്നെ കട്ട് ബീഡ്സിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിലും കൂടെ സ്ലീവ്സ്, ഇപ്പോൾ എൽബോ വരെ സ്ലീവ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് നെക്സ്റ്റ് ലുക്ക്. കുറച്ചും കൂടെ ഫേസിനെ ഒന്ന് ബ്രൈറ്റൻ ആക്കുന്ന ഷെയ്ഡ്സും കൂടെയാണ് എല്ലാം. ഇതിൽ വന്നിട്ടുള്ള എല്ലാം ഒരു ഡാർക്ക് ഷാർട്ടിൽ വന്നിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക്. നമുക്ക് പൊതുവെ ഓർഗൻസ സാരീസിലൊക്കെ കാണുന്ന, ഫാൻസി സാരീസിലൊക്കെ കാണുന്ന ആ ഒരു സിമിലർ വർക്ക് തന്നെയാണ് ഇതിലും പ്ലേ ചെയ്തിട്ടുള്ളത്. സെറ്റൂണിൽ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട നമുക്ക് മൾട്ടി പർപ്പസിന് എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ വേറെ ഒരു ബ്ലാക്കിൻ്റെ കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് വൈറ്റിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ഇടുവാണെങ്കിലും സൽവാസ് ഇപ്പോൾ പ്ലെയിൻ വൈറ്റ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ദുപ്പട്ട ഈസി ആയിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റുന്ന കളക്ഷനും കൂടെയാണ്. ഇതാണ് നമുക്ക് ദുപ്പട്ട വരുന്നത്. ആൻഡ് സ്വീക്വൻസി സ്റ്റിക്കി വർക്കാണ് നമുക്ക് ദുപ്പട്ടയിൽ ഫുള്ള് ഓവറോൾ വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ദുപ്പട്ട ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും ആ ഒരു സ്വീക്വൻസി ആ ഒരു സ്റ്റിക്കി വർക്കായതുകൊണ്ട് തന്നെ ആ ഒരു പശയുടെ ഇതുകൊണ്ടാണ് നമുക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇതാണ് സെക്കൻഡ് ലുക്ക്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. എപ്പോഴും ട്രെൻഡ് ഔട്ട് ആവാത്ത, അല്ലെങ്കിൽ എല്ലാവരുടെയും എപ്പോഴത്തെയും ഒരു ഫേവറേറ്റ് ഷെയ്ഡും കൂടെ അല്ലേ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ. ബ്ലാക്കൊക്കെ നമ്മൾ ഒരു ഫംഗ്ഷൻ വെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഒക്കേഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാലും ആ ഒരു പാർട്ടിക്ക് നമ്മളായിരിക്കും കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഇതാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ, ഈ ഒരു ബ്ലാക്ക്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഒരു ഈവനിങ് ഫംഗ്ഷനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡേ ഫംഗ്ഷനൊക്കെ ആണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ്. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ബോട്ടം ദുപ്പട്ട. ലാസ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ കേട്ടോ. ഗ്രീനിൽ നമുക്ക് യോക്ക് പോർഷൻ നോക്കാൻ മനസ്സിലാവും എന്തുമാത്രം ഹൈലൈറ്റ് ചെയ്താണ് യോക്ക് പോർഷൻ നിൽക്കുന്നത് എന്നുള്ളത്. ഫുൾ നമുക്ക് കട്ട് ബീഡ്സ് ആണ് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ കട്ട് ബീഡ്സിനെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതും ഹൈലൈറ്റിങ് കൊടുക്കുന്നതും ആ ഒരു സീക്വൻസി വർക്ക് തന്നെയാണ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കോഡ് വരുന്നത് SBP 107576 അങ്ങനത്തെ ഓരോ കോഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ആൻഡ് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമുക്ക് ഇതിൻ്റെ ബോട്ടം ദുപ്പട്ട.
ആൻഡ് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പം എന്തായാലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്യുക. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.